ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിൻ്റെ കൂടെയും ഇടിയപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചെറിയുള്ളി ഒരു 3 4 ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയിലും ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ തേങ്ങ അരച്ചപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും മുളക് പൊടിയൊക്കെ ചേർത്തതാണ്. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറാനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം വെച്ചിട്ട് ഈ അരപ്പൊന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ അരപ്പൊക്കെ ഇവിടെ ഡ്രൈ ആയി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തത്, അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും കൂടെ അതേ സൈസിലൊന്ന് നുറുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കറിക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും നൂൽപുട്ടിനും പൂരിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്